നിങ്ങൾ ഖാദിമല്ല, നിങ്ങൾ മഖ്ദൂമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ പ്രണയമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള മദ്ഹുകൾ പാടിയിട്ടുണ്ട്, അവിടുത്തെ പേരിലുള്ള മദ്ഹുകൾ എഴുതിയിട്ടുണ്ട്. മദ്ഹിന് ധാരാളം ഖിദ്മത്തെടുത്ത മാനാണ് മഹാനരായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. എങ്ങനെയാണ് മാനവറികൾക്ക് മഖ്ദൂം എന്ന ആ പേര് വരാൻ ഒരു കാരണമുണ്ട്. ആ പരമ്പരയ്ക്ക്, ആ കുടുംബത്തിന് മഖ്ദൂം എന്ന പേര് വരാൻ ഒരു കാരണമുണ്ട്. അഥവാ മഹാനായ സൈനുദ്ദീൻ എന്നവര് കുട്ടിയായി മുതഅല്ലിമായി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. കോഴിക്കോടും പരിസരത്തുമൊക്കെ മാനവറുകൾ പഠനം നടത്തിയിട്ടുണ്ട്, ഇൽമ പഠനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നല്ല നിപുണന്മാരായ പണ്ഡിതന്മാരിൽ നിന്ന് ഇൽമ കരസ്ഥമാക്കുകയും പിന്നീട് ഈജിപ്തിലേക്ക് ചെല്ലുകയും അവിടെയുണ്ടായിരുന്ന പല പ്രഗൽഭന്മാരായ പണ്ഡിതന്മാരിൽ നിന്നും മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ശിഷ്യത്വം സ്വീകരിച്ചു. ആ ഈജിപ്തിൽ വെച്ചാണ് മഹാനരായ ശൈഖ് സക്കരിയൽ അൻസ്വാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ ശാഫിഈ മദ്ഹബിലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ പ്രമുഖനാണ്. ധാരാളം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എഴുതിയ മാനാണ്. വലിയ വലിയ രചനകൾ നിർവഹിച്ചിട്ടുള്ള പണ്ഡിതനാണ്. ആ സക്കരിയൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായിട്ട് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠനം നടത്തുകയാണ്. അപ്പോൾ അവിടുത്തെ ഗുരുവര്യരായ മഹാനായ സക്കരിയൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ ഖാദിമാണ്, അവിടുത്തെ സേവകനാണ് പൊന്നാനിക്കാരനായ മാനായ സൈനുദ്ദീൻ മഖ്ദൂം ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. മഹാനവറുകൾ അവിടുത്തേക്ക് സേവനം ചെയ്യുകയാണ്. അവിടുത്തെ ഖാദിമായി സേവനം ചെയ്യുമ്പോൾ ഒരിക്കൽ തന്റെ ഉസ്താദ് യാത്ര ചെയ്യുന്നൊരു കുതിരയുണ്ട്. ശൈഖ് സക്കരിയൽ അൻസ്വാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ യാത്ര ചെയ്യുന്നൊരു കുതിരയുണ്ട്. ആ കുതിരക്ക് പുല്ല് പറിക്കാൻ വേണ്ടി നിറയെ പുല്ലുള്ളൊരു സ്ഥലത്തേക്ക് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, അന്ന് മഖ്ദൂമായിട്ടില്ല സൈനുദ്ദീൻ എന്നവര്, മുതഅല്ലിമായ ഖാദിമായ സൈനുദ്ദീൻ എന്നവര് അതാ ഗുരുവര്യരുടെ കുതിരക്ക് പുല്ല് പറിക്കാൻ വേണ്ടി പോയതാണ്. ആ പുല്ല് പറിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അതാ ആ പാടത്തുള്ള എല്ലാ പുല്ലുകളും, പറമ്പിലുള്ള എല്ലാ പുല്ലുകളും ഇങ്ങനെ തസ്ബീഹ് ചൊല്ലുകയാണ്. ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നുണ്ടല്ലോ. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. അല്ലാഹുവിന് ആകാശഭൂമികളിലുള്ളവയെല്ലാം അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. ഇത് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. പക്ഷേ വലാകില്ല, നിങ്ങൾക്ക് അവരുടെ തസ്ബീഹ് ബോധ്യമാകുന്നില്ല. നിങ്ങൾക്ക് ഒരുപക്ഷേ ആ തസ്ബീഹ് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഗ്രഹിക്കാൻ കഴിവുണ്ടായിക്കൊള്ളണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ അതാ സ്വഹാബത്തിന് ഒരിക്കൽ ഭക്ഷണം കൊണ്ടുവന്നില്ലേ. ചില ആളുകൾക്ക് ആ തസ്ബീഹ് കേൾക്കാനുള്ള കഴിവുണ്ടാകും. അതാ കണ്ടില്ലേ, ഭക്ഷണം കൊണ്ടുവന്നു. അപ്പോൾ ഹബീബായ തങ്ങള്
ആ ഭക്ഷണം തസ്ബീഹ് ചൊല്ലുന്നത് ഇങ്ങനെ കേൾക്കുകയാണ്. നേരെ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ചാരത്തേക്ക് നീക്കി വെച്ചു. സിദ്ദീഖുൽ അക്ബർ തങ്ങളും ആ ഭക്ഷണം തസ്ബീഹ് ചൊല്ലുന്നത് കേൾക്കുകയാണ്. ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് അദ്ദുറുൽ മൻസൂറിൽ രേഖപ്പെടുത്തുന്നുണ്ട്, തൊട്ടടുത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് നീക്കി വെച്ചു. അവിടെയും ആ ഭക്ഷണം തസ്ബീഹ് ചൊല്ലുകയാണ്. ഇങ്ങനെ സ്വഹാബത്ത് ആ ഭക്ഷണം തസ്ബീഹ് ചൊല്ലുന്നത് കേൾക്കുകയാണ്. ഇതുപോലെ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പേരക്കുട്ടിയായ മാനായ സൈനുദ്ദീൻ എന്നവര് ഉസ്താദ് അവറുകളുടെ കുതിരക്ക് വേണ്ടി പുല്ല് പറിക്കാൻ പോയപ്പോൾ ആ പുല്ല് തസ്ബീഹ് ചൊല്ലുന്നത് കേൾക്കുകയാണ്. അവിടുത്തെ വലിയുപ്പ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അങ്ങനെ തസ്ബീഹ് ചൊല്ലുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ശിഷ്യനായ അവിടുത്തെ പേരക്കുട്ടിയായ സൈനുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന് എന്തുകൊണ്ട് കേട്ടുകൂടാ? മഹാന്മാരായ ഔലിയാക്കൾക്ക്, സ്വഹാബത്തിന്, സൂഫിയാക്കൾക്ക് അല്ലാഹു തആല അതിന് കഴിവ് കൊടുത്തിട്ടുണ്ട്. എല്ലാ വസ്തുക്കളും തസ്ബീഹ് ചൊല്ലുന്നുണ്ട് എന്നത് വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ അല്ലാഹു തആല പ്രതിപാദിച്ചിട്ടുള്ളതും ആണ്. ഇങ്ങനെ തസ്ബീഹ് ചൊല്ലുന്നത് കേട്ടപ്പോൾ സൈനുദ്ദീൻ എന്ന ഈ മുതഅല്ലിമായ കുട്ടിക്ക് വലിയ സന്തോഷമായി, വലിയ അത്ഭുതമായി. നേരെ ഓടിച്ചെന്നു ഉസ്താദായ മഹാനരായ സക്കരിയൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, ഓ ഉസ്താദ് അവറുകളെ, പ്രിയമുള്ള ഗുരുവര്യരെ, ഞാൻ അങ്ങയുടെ കുതിരക്ക് വേണ്ടി പുല്ല് പറിക്കാൻ വേണ്ടി ഈ പറമ്പിലേക്ക് പോയതായിരുന്നു. ആ പറമ്പിലുള്ള പുല്ലുകളെല്ലാം അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുകയാണ്. ഞാൻ അങ്ങനെ തസ്ബീഹ് ചൊല്ലുന്നത് കേട്ടിട്ടുണ്ട്. അന്ന് സക്കരിയൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ ഖാദിമാണ് മഹാനായ സൈനുദ്ദീൻ എന്ന ഈ മുതഅല്ലിം. അപ്പോഴാണ് ഇത്ര വലിയ ഉന്നതിയുള്ള ആളാണല്ലേ എന്റെ അടുക്കൽ പഠിക്കുന്ന, എന്റെ അടുക്കൽ ഇൽമ പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ള എന്റെ ഖാദിമായി നിൽക്കുന്ന ഈ സൈനുദ്ദീൻ എന്ന മുതഅല്ലിം അതാ ഇങ്ങനെ പുല്ലുകൾ തസ്ബീഹ് ചൊല്ലുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വലിയ ഉന്നതിയിലുള്ള ആളാണല്ലോ. ഉടനെ തന്നെ മാനായ സൈനുദ്ദീൻ മഖ്ദൂം എന്നവരോട്, സൈനുദ്ദീൻ എന്ന മുതഅല്ലിമിനോട് സക്കരിയൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗുരുവര്യർ പറയുകയാണ്, ഇനി മുതൽ നിങ്ങൾ ഖാദിമല്ല, നിങ്ങൾ മഖ്ദൂമാണ്. നിങ്ങൾ ഖാദിമല്ല, നിങ്ങൾ മഖ്ദൂമാണ്. നിങ്ങൾ ഖാദിമല്ല, നിങ്ങൾ മഖ്ദൂമാണ്. നിങ്ങൾ എനിക്ക് സേവനം ചെയ്യേണ്ട ആളല്ല, നിങ്ങൾ വലിയ ഉന്നതിയുള്ള ആളാണ് റബ്ബിന്റെ സമക്ഷത്തിൽ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൊണ്ട് ഇനി ഖിദ്മത്ത് എടുപ്പിക്കൂല. നിങ്ങൾ ഇനി മുതൽ ഖാദിമല്ല, നിങ്ങൾ മഖ്ദൂമാണ്. അഥവാ നിങ്ങൾ സേവനം ചെയ്യേണ്ട ആളല്ല, നിങ്ങൾ സേവനം ചെയ്യപ്പെടേണ്ട ആളാണ്. ഞങ്ങൾ നിങ്ങൾക്ക് സേവനം ചെയ്യേണ്ടവരാണ്, ഞങ്ങൾ നിങ്ങൾക്ക് അങ്ങോട്ട് ഖിദ്മത്ത് ചെയ്യേണ്ടവരാണ്. മഹാനായ സക്കരിയൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു സൈനുദ്ദീൻ എന്ന മുതഅല്ലിമായ കുട്ടിയോട് പറയുകയാണ്, ഇനി മുതൽ നിങ്ങൾ ഖാദിമല്ല, നിങ്ങൾ മഖ്ദൂമാണ്. അതുകൊണ്ടാണ് അന്നു മുതലാണ് സക്കരിയൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു വെച്ചു കൊടുത്ത നാമമാണ് മഖ്ദൂം എന്നത്. അത് ആ കുടുംബത്തിന്റെ ബഹുമാനമാണ്, ആ കുടുംബത്തിന്റെ ആദരവാണ് അറിയിക്കുന്നത്. അവിടുത്തെ ഗുരുവര്യരിൽ നിന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിലൂടെ അവർക്ക് കിട്ടിയിട്ടുള്ള നാമമാണ് മഖ്ദൂം എന്ന ആ സ്ഥാനപ്പേര്. അല്ലാഹുവേ, അവരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ.